ഡേ നേരത്തെ നമ്മുടെ കല്യാൺ ചൗബെ വളരെ വമ്പൻ തള്ളുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ ISL ക്ലബ്ബുകൾ കുറഞ്ഞത് 27 മത്സരങ്ങളെങ്കിലും ഒരു സീസണിൽ കളിച്ചിരിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ പരിപാടികൾ എവിടം വരെ ആയി എന്നൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പം ഫെഡറേഷൻ കപ്പ് തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവരുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ സൂപ്പർ കപ്പിൻ്റെ തുടക്കം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ സ്ഥിരീകരണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിലും നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ മാസത്തോടു കൂടി സൂപ്പർ കപ്പ് ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈബ്രിഡ് മോഡലിൽ കപ്പ് നടത്താം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. 2025-26 സീസണിൻ്റെ പോക്ക് ഹൈബ്രിഡ് മോഡലിൽ നടത്തും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെയും കാര്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഏതായാലും സൂപ്പർ കപ്പ് ഏപ്രിൽ മാസത്തോടു കൂടി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ ISLൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സൂപ്പർ കപ്പ് നടത്താനുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. ഏപ്രിലോ അതിനുശേഷമോ ആയിരിക്കും സൂപ്പർ കപ്പും കാര്യങ്ങളൊക്കെ നടത്തുക. അടുത്ത വർഷത്തെ ഫുട്ബോൾ കലണ്ടർ ഉണ്ടാക്കുക എന്നത് അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. പിന്നെ ലീഗിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം സൂപ്പർ കപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഒരു എക്സാക്ട് ഡേറ്റും അല്ലെങ്കിൽ ഒരു പീരീഡും പറയാൻ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ അധികൃതരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ കൂടി വളരെ വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഏപ്രിൽ മാസം കഴിയുന്നതോട് കൂടിയിട്ട് സൂപ്പർ കപ്പ് സ്കെഡ്യൂൾ ചെയ്യും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ ISL കഴിഞ്ഞ ശേഷം ഈ ഒരു ടൂർണമെന്റ് നടത്തുന്ന ഒരു തട്ടിക്കൂട്ട് നിലവാരത്തിലേക്ക് പോകാൻ കാരണമാകും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയായിട്ട് ഉദിച്ചു നിൽക്കുന്നുണ്ട്.